ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലും നെയ്യും കൂടി ചേർത്തിട്ട് ഒരു 10 സവാള 2 ബാച്ചായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫിലേക്കുള്ള സവാള നല്ല ബ്രൗൺ കളറായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. കുറച്ച് നമ്മൾ ബിരിയാണിയിലേക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ സവാള വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിലും നെയ്യും ഒഴിച്ചിട്ട് അതിൽ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ ഒരു 5 കപ്പ് അരി ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ച് ഊറ്റി മാറ്റിയിട്ടുള്ളത് ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 കപ്പിന് 2 കപ്പ് എന്നുള്ള നിലയ്ക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 10 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ രമ്പയില ഒരു 3-4 അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ 1.5 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ ഒരു 2 കുടം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് രമ്പയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വഴട്ടി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള വഴട്ടാത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബീഫ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് ഒരു 4 വിസിലടിച്ച് വേവിച്ചെടുക്കുക. ഞാനിവിടെ 4 വിസിലാണ് അടിക്കണത്. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ തീരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗ്രേവി കൂടുതലുണ്ട്. അപ്പം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ബിരിയാണി ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാനായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മൾ സവാള പൊരിച്ച അതേ പാത്രത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ ഒരു പകുതി ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പകുതി ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ലെയർ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് നെയ്യ്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത്, സവാള പൊരിച്ചത്, പിന്നെ കുറച്ച് പാലിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ എസൻസും കൂടി ചേർത്തത് അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫിൻ്റെ ഗ്രേവി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടി ചേർത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് റൈസും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തതും സവാള പൊരിച്ചതും നെയ്യും ബീഫിൻ്റെ ഗ്രേവിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ എസൻസും കൂടി പാലിൽ കലക്കിയതൊക്കെ കൂടി നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പഴയ ഫ്രൈ പാനിൻ്റെ മുകളിലായിട്ട് തീരെ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.